ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനപ്പോൾ ഷിപ്പ്യാർഡാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ എറണാകുളത്ത് ഡോക്ടർ വേണുഗോപാലിൻ്റെ മോനെ കാണിക്കാൻ വേണ്ടി പോയതാണ്. നമ്മുടെ പറ്റുമച്ച വേണുഗോപാലിൻ്റെ ഹസ്ബൻഡാണ് ഡോക്ടർ വേണുഗോപാൽ. കുഞ്ഞിലും മുതൽ അവൻ അവിടെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെ കാണിച്ച് അവിടെ നിന്ന് മരുന്ന് വെച്ച് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ പാലത്തിൻ്റെ അവിടെ അവക്കവിടെ ഉണ്ടായിരുന്നു. അവക്കവിടെ വാങ്ങിച്ച് ചക്ക വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി. ചക്ക മേടിച്ച് പിന്നെ അങ്ങനെ ഇറച്ചി ബീഫ് വാങ്ങിച്ച് പച്ച ചക്ക ഉണ്ടല്ലോ, കുറച്ച് ചക്ക എടുത്തിട്ട് മമ്മി കരിഞ്ഞൊക്കെ തന്ന് അതങ്ങനെ ബീഫിട്ട് റെഡിയാക്കാമെന്ന് വെച്ച് അങ്ങനെ ബീഫ് ഉപ്പും ഇട്ടൊക്കെ പുഴുങ്ങി സവാളയും പച്ചമുളകും പിന്നെ അതിനകത്തൊക്കെ ചക്കയിട്ട് ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി നേരിയൊരു ഗരം മസാല കൂടി ഇട്ട് അത് നന്നായിട്ട് പുഴുങ്ങി. അങ്ങനെ ചക്കയും ബീഫും കഴിച്ച് അത് കഴിഞ്ഞപ്പോഴേക്കും മോള് ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഇല തോരൻ വെക്കാമെന്ന് വെച്ച് അങ്ങനെ ഉപ്പിട്ട് കുറച്ച് നേരം കഴുകി കേട്ടോ. അങ്ങനെ ക്യാരറ്റ് തേങ്ങ സവാള പച്ചമുളക് എല്ലാം ഉപ്പൊക്കെ ഇട്ട് തട്ടിപ്പൊത്തി വെച്ച് അത് കഴിഞ്ഞിട്ട് പാത്രത്തിൽ കടുക് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ട് അത് ഇതായി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കൂടി കൊട്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തീ കുറച്ച് വെച്ച് അത് മൂടി വെച്ച് വെന്ത് ഒരു പകുതി ആവി വരുമ്പോഴേക്കും അങ്ങനെ ആ ഇല അതിനകത്ത് തട്ടിയിട്ട് അപ്പോൾ ആ കളർ കോമ്പിനേഷൻ കിട്ടാൻ നല്ല ഭംഗിയില്ല. എനിക്ക് ക്രിസ്മസിൻ്റെയൊക്കെ ഒരു ഓർമ്മ വന്ന കളർ കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ ടേസ്റ്റൊന്നും എനിക്ക് ഒരു കുത്തൽ പോലെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഇൻകിറ്റിൽ നിന്ന് ഒരു പപ്പടം വാങ്ങിച്ചിട്ടോ, വെറുതെ പഴം തുണി പോലെ ഇരുന്ന് വെച്ച് എന്തായാലും പപ്പടവും പഴവും പായസമൊക്കെ ഇട്ട് മറിച്ചോത്തപ്പന് കിട്ടിയ പപ്പടവും പായസമാണ്. അങ്ങനെ അത് കഴിച്ച് അങ്ങനെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേട്ടാ. ഓക്കെ, എല്ലാവർക്കും ബൈ.